ഹലോ, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഞാനല്ല കേട്ടോ മെയിൻ കുക്ക് ഇന്ന് ടാനുട്ടനാണ്. ടാനു എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? റെയിൻബോ പോപ്സിക്കിൾ, പിന്നെ ഒരു ക്രീംസിക്കിൾ, പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലെമണേഡ് വെച്ചിട്ടുള്ള ഒരു പോപ്സിക്കിൾ. അപ്പൊ 3 എണ്ണം ഉണ്ടാക്കുന്നത് ടാനുട്ടനാണ്. നമുക്ക് വേഗം പോയി പോപ്സിക്കിൾ ഉണ്ടാക്കിയാലോ? ഓക്കേ. ഫസ്റ്റ് നമുക്ക് റെയിൻബോ പോപ്സിക്കിൾ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ട് അത് പൾപ്പാക്കി മാറ്റാം. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് പൾപ്പാക്കി എടുക്കാം. എന്നിട്ട് അത് ഓരോന്നോരോന്നായി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാതിരിക്കുക. വാട്ടർമെലൺ അല്ലെങ്കിൽ ഓറഞ്ച് അതുപോലുള്ള ലൂസായിട്ട് ഫ്രൂട്ട് ജ്യൂസ് കിട്ടുന്ന ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാതിരിക്കുക. പകരം നല്ല തിക്കായിട്ടുള്ള പൾപ്പ് വരുന്ന ഫ്രൂട്ട്സ് ചൂസ് ചെയ്യാം. ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്, ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ സ്ട്രോബെറിയും കിവിയും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സ് എടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേപ്സ് മാംഗോ ഇതില് മോൾഡിലോ ഒഴിക്കാം. ഓക്കേ, മോൾഡിലോ? ഓക്കേ. ഇത് കെയർഫുള്ളി തനിക്ക് പറ്റണ്ടേ? ഓക്കേ, എന്താ ഒഴിച്ചത്? കിവി. ഇനി അടുത്തത് സ്ട്രോബെറിയാ? ഓക്കെ. ഓക്കേ. Ready, 1, 2, 3, go. അതിലല്ല, ഇത് സ്ട്രോബെറി കുറച്ച് സ്ട്രോബെറി ഇനി അതില് തൊണ്ണൂറ്റില്ലേ the grapes. Done. Okay. Then full vekka. Done. ഇതിൽ വെച്ചിട്ട് സെറ്റ് ആക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നീ സെറ്റ് ആക്കി എടുക്കാം. ഓക്കേ. ഇനി നമുക്ക് ക്രീംസിക്കിൾ റെഡിയാക്കാം. അതിനുവേണ്ടി 4 ടീസ്പൂൺ കട്ട തൈരും, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും, 2 ടീസ്പൂൺ ക്രീമും, പിന്നെ കുറച്ച് ഫ്രൂട്ട് ജ്യൂസും വേണം. ഈ തൈരിന് ഒട്ടും പുളിയില്ല കേട്ടോ. അതുപോലെ പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ക്രീം നമുക്ക് ഇഷ്ടമുള്ള ക്രീം യൂസ് ചെയ്യാം. ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പൊമഗ്രാനേറ്റിൻ്റെ ജ്യൂസ് ഒട്ടും വെള്ളം ചേർക്കാതെ എടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം അരിച്ച് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്യൂസും സെലക്ട് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുൾ ഒഴിച്ചോ? ഫുൾ ക്രീം. 2 ടീസ്പൂൺ ക്രീമാണത്. അത് മൊത്തം ചേർത്ത് കൊടുക്കാം. ഷുഗർ 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഓക്കെ. നീ മിക്സ് ചെയ്തോ? അതിൽ ഷുഗർ ഉണ്ട്. സോറി. ഓക്കെ. ഇനി മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊക്കെ യോഗത്തിന്റെ അതേപോലെ യോഗത്തിന്റെ ജ്യൂസ് ഉണ്ട്. സാരില്ല, അമ്മ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യണ്ടേ? ഇതൊക്കെ തനക്ക് മിക്സ് ചെയ്യണ്ടേ? മാത്രം മിക്സ് ചെയ്യണം. പെയ്യൂല മെസ്സാവൂലേ? ഇത് കെയർഫുള്ളി ചെയ്യണം. കെയർഫുള്ളി അതൊക്കെ ഇവര് ഒക്കെ പോയി ചാടില്ല. careful. Okay? ഇനി മിക്സാക്കാം. നല്ലോണം മിക്സാക്കാം. ഇനി ഓയിൽ ഒഴിക്കാം.
ഞാൻ നല്ലോണം മിക്സ് മോടെ നല്ല ക്ലോസ് ചെയ്യണം അതുപോലെ ഇച്ചില്ലേ ഈ ക്ലോസ് ചെയ്യണം. ഇനി നമുക്ക് ലെമണേഡ് പോപ്സിക്കിൾ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ നമ്മുടെ നാരങ്ങാ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ലൈമിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ പാവം നാരങ്ങാ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ഫ്രൂട്ട്സ് വേണം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിവിടെ കിവി, സ്ട്രോബെറി, ഗ്രേപ്സ് പിന്നെ കുറച്ച് പൊമഗ്രാനേറ്റ്സും കൂടാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ആദ്യം ഫ്രൂട്ട്സ് മോൾഡിലേക്കിട്ട് പിന്നെ അതിന് മുകളിലായിട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റാക്കാൻ വേണ്ടി വെക്കാം. കിവി വെച്ച് കുക്കാം. സ്ട്രോബെറി വെക്ക്. നമ്മുടെ ലെമണേഡ് പോപ്സിക്കിളും റെഡി ആയ ശേഷം പോപ്സിക്കിൾ മോൾഡ് ഫ്രീസറിൽ ഒരു 8 hours എങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ. പസ്കളെ സൂപ്പർ ഇല്ലേ? നല്ല ഇഷ്ടമായില്ലോ? എല്ലാവർക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ബൈ.